ഫസ്റ്റുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് വേണ്ടി വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലേക്ക് എത്തിച്ചേർന്ന പ്രിയപ്പെട്ട മുഴുവൻ മാധ്യമ പ്രവർത്തകരെയും സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകരെ, സുഹൃത്തുക്കളെ, കെ നായനാർ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ മൂന്നാമത് സംഘടിപ്പിക്കുന്ന നന്മണ്ട ഫെസ്റ്റാണ് ഈ ഏപ്രിൽ 6 മുതൽ നന്മണ്ടയിൽ സംഘടിപ്പിച്ചിരുന്നത്. നേരത്തെ 2017 വരെ, അതുപോലെ തന്നെ 2018 നന്മണ്ട ഫെസ്റ്റ് സംഘടിപ്പിച്ചിട്ടുള്ളത്. പിന്നീട് വന്നിട്ടുള്ള മഹാമാരികളെ തുടർന്ന് ഫെസ്റ്റ് തുടർന്ന് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് മൂന്നാമത് നന്മണ്ട ഫെസ്റ്റ് സംഘടിപ്പിക്കാൻ വേണ്ടി കെ നായനാർ ചാരിറ്റബിൾ സൊസൈറ്റി തീരുമാനിച്ചിട്ടുള്ളത്. നമ്മുടെ സമൂഹത്തിൽ കൂടിച്ചേരലുകൾ അന്യം നിന്ന് പോകുന്ന ഒരു സാഹചര്യത്തിലാണ് എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളെ ഒരു ഉടനീയിൽ അണിനിരത്തിക്കൊണ്ട് നന്മണ്ടയുടെ ഒരു ഉത്സവമാക്കി മാറ്റുന്നതിന് വേണ്ടിയാണ് നന്മണ്ട ഫെസ്റ്റ് ഈ വർഷം സംഘടിപ്പിക്കുന്നത്. ഏപ്രിൽ 6 കാർത്തികമാണ്. ഏപ്രിൽ 7 മുതലാണ് സാംസ്കാരിക പരിപാടികളും അതുപോലെ തന്നെ കലാപരിപാടികളും ആരംഭിക്കുന്നത്. ഏപ്രിൽ 7 വിപുലമായിട്ടുള്ള സാംസ്കാരിക ഘോഷയാത്രയോടുകൂടിയാണ് ഈ ഫെസ്റ്റിന്റെ ഉദ്ഘാടന പരിപാടി ആരംഭിക്കുന്നത്. അതിൽ വാദ്യമേളങ്ങള്, വിവിധ രൂപത്തിലുള്ള കലാരൂപങ്ങള്, ആന തുടങ്ങിയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള നിശ്ചല ദൃശ്യങ്ങൾ ഉൾപ്പെടെ അണിനിരത്തിക്കൊണ്ടാണ് ഈ ഘോഷയാത്ര സംഘടിപ്പിക്കുവാൻ തീരുമാനിച്ചത്. ഘോഷയാത്രയ്ക്ക് ശേഷം കലാരൂപം നടക്കുന്ന ഗ്രൗണ്ടിൽ ഇതിന്റെ ഉദ്ഘാടന പരിപാടിയാണ്. ബഹുമാനപ്പെട്ട വനംവകുപ്പ് മന്ത്രി ശ്രീ കെ ശശീന്ദ്രനാണ് ഫെസ്റ്റിന്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നിർവഹിക്കുന്നത്. അന്ന് പ്രശസ്ത സിനിമാതാരമായിരുന്ന അൻസിബ ഹസൻ മുഖ്യ അതിഥിയായിട്ട് ഏപ്രിൽ 7 പങ്കെടുക്കുന്നുണ്ട്. എന്ന വിഷയത്തെ അർത്ഥമാക്കി നമ്മുടെ ജനകീയ ഡോക്ടർ ടി പി മുഹമ്മദ് രാജ് ഏപ്രിൽ 7 ഒരു പ്രഭാഷണവും ഇതിന്റെ ഭാഗമായിട്ട് സംഘടിപ്പിച്ചിട്ടുണ്ട്. തുടർന്ന് വംശജർമ്മയുമായിട്ടുള്ള റിച്ചോർഡോ സംഘവും അവതരിപ്പിക്കുന്ന ഗാനമേളമാണ് അന്ന് ഏപ്രിൽ 7 ഫെസ്റ്റിന്റെ ഭാഗമായിട്ട് നടക്കുന്നത്. ഏപ്രിൽ 8 ഇന്ത്യൻ ഭൂസ്വരുടെ അർത്ഥതലങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് ഡോക്ടർ സുനിൽ പി ഇളയോ പ്രഭാഷണം നടത്തുന്നുണ്ട്. തുടർന്ന് അമ്പലപ്പുഴ സാരഥിയുടെ 2 ദിവസം എന്ന നാടകം ആ വേദിയിൽ വെച്ച് അരങ്ങേറും. മാധ്യമങ്ങൾ പറയാത്തത് എന്ന വിഷയത്തിൽ കാലടി സംസ്കൃത സർവകലാശാലയിലെ പ്രൊഫസർ ഡോക്ടർ MC അബ്ദുൽ നാസർ പ്രഭാഷണം നടത്തും. തുടർന്ന് അലോഷി അവതരിപ്പിക്കുന്ന ഗസൽ സംഖ്യ ഫെസ്റ്റിന്റെ ഭാഗമായിട്ട് നടക്കും. മതനിരപേക്ഷതയും മാനവികതയും എന്ന വിഷയത്തെ അർത്ഥമാക്കി കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ഡോക്ടർ ടി കെ ഗോപൻ പ്രഭാഷണം നടത്തും. അന്ന് അതിനുശേഷം നന്മണ്ടയിലെ ആളുകൾ അവതരിപ്പിക്കുന്ന കലാപരിപാടിയാണ്. നമ്മുടെ പ്രദേശത്തുള്ള ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള വിവിധ കലാപരിപാടികൾ അതിനുശേഷം അരങ്ങേറും. ഏപ്രിൽ 11 വൈകിട്ട് 13 വഹിക്കുന്ന പെൺജീവിതം എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് ഇലയിലെ അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ KPA അമൃത പ്രഭാഷണം നടത്തും. തുടർന്ന് വയലിൻ ഫ്യൂഷൻ ഇതിന്റെ ഭാഗമായിട്ട് സംഘടിപ്പിക്കുന്നു. ഏപ്രിൽ 12 തൊഴിലും വിദ്യാഭ്യാസവും എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ ശ്രീ രവീന്ദ്രനാഥ് പ്രഭാഷണം നടത്തും. തുടർന്ന് ഗ്രാമീണ കലോത്സവമാണ്. പ്രദേശത്തുള്ള ആളുകളെ അണിനിരത്തിക്കൊണ്ടുള്ള ഗ്രാമീണ കലോത്സവമാണ് അതിനുശേഷം നടക്കുക. സമാപന ദിവസമായിട്ടുള്ള ഏപ്രിൽ 13 നവകേരള കാഴ്ചപ്പാടിലുള്ള വിഷയത്തെ അംഗീകരിച്ചുകൊണ്ട് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ടി എ മുഹമ്മദ് റിയാസ് വിഷയത്തെ ആസ്പദമായിക്കൊണ്ട് സംസാരിക്കുന്നു. തുടർന്ന് സിനിമാ സീരിയൽ താരമായിട്ടുള്ള നിർമ്മൽ പാലാഴി സംഘം അവതരിപ്പിക്കുന്ന ആനന്ദരാവ് എന്ന മെഗാ ഷോ ഇതിന്റെ ഭാഗമായിട്ട്
നടക്കും. അത് ഏപ്രിൽ 14-ാം തീയതി വിശുദ്ധത്തിൽ കണിക്കുന്ന എന്ന പേരിൽ പ്രാദേശിക കലാപരിപാടികൾ ഈ നെന്മാറ ഫെസ്റ്റിന്റെ ഭാഗമായിട്ട് അരങ്ങേറും. അതാണ് നമ്മളെ ഈ ഫെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള സാംസ്കാരിക പ്രഭാഷണങ്ങൾ. അതുപോലെ തന്നെ കലാപരിപാടികളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കാനുള്ളത്. ഇതിന്റെ ഭാഗമായിട്ട് തന്നെ ഓരോ ദിവസവും വിവിധ രംഗങ്ങളിൽ പ്രാവീണ്യം നേടിയിട്ടുള്ള കലാകാരന്മാരെയും കായിക താരങ്ങളെയൊക്കെ തന്നെ ആദരിക്കുന്ന ചടങ്ങും ഇതിന്റെ ഭാഗമായിട്ട് സംഘടിപ്പിക്കപ്പെടുന്നു. അതുപോലെ തന്നെ ഫെസ്റ്റിന്റെ ഭാഗമായിട്ട് വിപണന സ്റ്റാളുകൾ, അതുപോലെ തന്നെ അമ്യൂസ്മെന്റ് പാർക്ക്, പെറ്റ് ഷോ, ഫുഡ് കോർട്ട് തുടങ്ങിയിട്ടുള്ള പരിപാടികളിലെ ഈ പരിപാടിയുടെ ഭാഗമായിട്ട് അരങ്ങേറുന്നുണ്ട്. അതിലും വിവിധ രൂപത്തിലേക്കുള്ള സ്റ്റാളുകൾ ഈ ഫെസ്റ്റിന്റെ ഭാഗമായിട്ട് സംഘടിപ്പിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഫെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് സൂചിപ്പിക്കുന്നത്. ഞങ്ങളുടെ പ്രസിന്റെ ആരംഭവും ഏപ്രിൽ 6-ന് എല്ലാവർക്കും ഒത്തുചേരാനുള്ള ഒരു പൊതുജനമാണ് ഈ ഫെസ്റ്റിന്റെ ഭാഗമായിട്ട് ഉദ്ദേശിക്കുന്നത്. മനുഷ്യമനത്തിലെ കോട്ടകളിൽ ചേർത്ത് പിടിക്കുകയുള്ള പ്രധാനപ്പെട്ട ഉദ്ദേശം കൂടിയാണ് ഇതിലൂടെ മുന്നോട്ട് വെക്കുന്നത്. നമ്മുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സാംസ്കാരിക ഉത്സവത്തിനാണ് ഏപ്രിൽ 6 മുതൽ 15 വരെയുള്ള തീയതിയിൽ ഞങ്ങളുടെ നടക്കുന്നത്. ആ നടക്കുന്ന ഫെസ്റ്റിന്റെ ഓരോ ദിവസത്തെയും പരിപാടികളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് സ്വീകരിക്കുന്നത്. ആ വാർത്താ സമ്മേളനങ്ങളിൽ ഇവിടെ എത്തിയിട്ടുള്ള മാധ്യമരംഗത്തോട് പ്രവർത്തിക്കുന്ന അതിന്റെ പ്രധാനപ്പെട്ട പ്രവർത്തകർ, സംഘടനാ സമിതിയുടെ വിവിധ സബ്സിഡിയുടെ ചെയർമാൻമാർ ഉൾപ്പെടെ എല്ലാവർക്കും വ്യക്തമാക്കി നന്ദി അറിയിച്ചുകൊണ്ട്